യമനിലെ ഹൂതികൾ തൊടുത്ത ഡ്രോൺ ഇസ്രയേൽ തലസ്ഥാനത്ത് പതിച്ചതിൽ ഇസ്രയേൽ ഭരണകൂടം ഞെട്ടിത്തരിച്ചു. പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. അവിടെ ഒരാൾ കൊല്ലപ്പെട്ടു എന്നും വാർത്തയുണ്ട്. ഗസയിൽ പരിക്കേറ്റ കുട്ടികൾക്ക് ഇസ്രയേലിൽ ആശുപത്രി എന്ന പ്രതിരോധ മന്ത്രിയുടെ തീരുമാനം പ്രധാനമന്ത്രി നെതന്യാഹു തടഞ്ഞു എന്ന വാർത്തയും വരുന്നുണ്ട്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം പി ജെയിംസ് തത്സമയം ചേരുന്നു. ആശുപത്രി കൊടുക്കാൻ പോലും അദ്ദേഹം തയ്യാറല്ല എന്നാണോ വരുന്നത്? കാരണം ഈ പ്രധാനമന്ത്രിയിലുള്ള മനുഷ്യാംശം കുറേശ്ശെ ചോർന്നു പോകുന്നു. പി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വല്ലാത്ത സങ്കടകരമായിട്ടൊരു കാര്യമാണ്. കാരണം ഗസയിലെ ആയിരക്കണക്കിന് കുട്ടികളാണ് പരിക്കേറ്റ് ചികിത്സ കിട്ടാതെ കഴിയുന്നത്. അവിടുത്തെ ആശുപത്രികളൊക്കെ പൂട്ടിക്കഴിഞ്ഞു. അവിടുത്തെ ഏക ക്യാൻസർ ആശുപത്രി പോലും ബോംബിങ്ങിൽ തകർന്നുപോയി. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നിർദ്ദേശമല്ല, തീരുമാനമായി പ്രഖ്യാപിച്ചു. ഗസയിൽ നിന്നുള്ള കുട്ടികളെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് ഫീൽഡ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാം, ഫീൽഡ് ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നു എന്നുള്ള താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലാണ് പ്രഖ്യാപനം വന്നത്. പക്ഷേ ഈ മണിക്കൂറുകളിൽ വരുന്ന വാർത്ത ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആ തീരുമാനത്തെ തടഞ്ഞിരിക്കുന്നു, ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. എസ് കെ പറഞ്ഞ പോലെ ഒരു മനുഷ്യാംശം തകർന്നു പോയ ഒരു പ്രധാനമന്ത്രി ആയിട്ട് അദ്ദേഹം, നേതാവായിട്ട് അദ്ദേഹം ഒരുപക്ഷെ ചരിത്രത്തിൽ അറിയപ്പെടും. വംശഹത്യയാണ് ഇവിടെ നടക്കുന്നതെന്ന്, ഗസയിൽ നടക്കുന്നതെന്ന് ലോക കോടതി ഈ മണിക്കൂറുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തരത്തിൽ UN-ൻ്റെ ഇത് വന്നിട്ടുണ്ട്, പ്രമേയങ്ങൾ പാസ്സായിട്ടുണ്ട്, ലോക രാജ്യങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഒന്നുകൊണ്ടും കുലുങ്ങാതെ നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതിനിടയിലാണ് എസ് കെ ഒരുപക്ഷെ ഇസ്രായേലിനെ ഇത്രയധികം ഞെട്ടിച്ച ഒരു സംഭവം കഴിഞ്ഞ 9 മാസത്തെ യുദ്ധത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ടെല്ലവീവ്, അവരുടെ തലസ്ഥാനമാണ്. അവിടെയാണ് പ്രധാനമന്ത്രിയും യുദ്ധകാല തീരുമാനങ്ങൾ എടുക്കുന്നവരൊക്കെ കഴിയുന്നത്. അതുകൊണ്ട് അത്ര വലിയ കവറപ്പാണ്. അവിടെ അയൺ ഡോമുണ്ട്, ഒരുപക്ഷെ അമേരിക്കയുടെ മിസൈൽ സംവിധാനങ്ങളുണ്ട്, പാട്രിയോട്ടിക് മിസൈൽ സംവിധാനങ്ങളൊക്കെയുള്ള സംവിധാനമാണ്. അമേരിക്കയുടെ എംബസി ഉണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് യമനിൽ നിന്ന് ഡ്രോൺ അയച്ച ഹൂതികൾ അവരെ വിജയിച്ചിരിക്കുന്നു. അവരുടെ ഡ്രോൺ വന്ന് പതിച്ചത് ടെല്ലവീവിലാണ്. അത് അമേരിക്കൻ എംബസിയുടെ തൊട്ട് വന്നാണ് പതിച്ചത്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരുപക്ഷെ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതല്ല, അവിടെ വലിയ നാശമുണ്ടായി. അപ്പോൾ ടെല്ലവീവിൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനത്ത് സ്ട്രൈക്ക് ചെയ്യാൻ ഹൂതികൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഹമാസിന് കഴിയാത്തത് ഗസയിൽ. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഹെസ്ബുള്ള, ലെബനിൽ നിന്ന് ഹെസ്ബുള്ള ഒരുപാട് റോക്കറ്റുകൾ അയച്ചു. ഇതൊക്കെ അയൺ ഡോം വെച്ച് തടഞ്ഞു. പക്ഷെ ടെല്ലവീവിൽ ഹൂതികൾ ട്രൈബൽസ് ആണ്, പ്രത്യേകിച്ച് യമനിലെ. അവർ വല്ലാതെ ഫൈറ്റ് നടത്തുന്നവരാണ്. അവർ ഒരു ഭാഗം യമനിലെ ഭരണം അവരുടെ കൈവശമാണ്. സൗദിയുടെ പിന്തുണയുള്ള വേറെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. അവരാണ് ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നത്. കഴിഞ്ഞ 9 മാസ യുദ്ധത്തിനിടയിൽ 100 കണക്കിന് ചരക്ക് കപ്പലുകൾ അവർ ആക്രമിച്ചു. ഇപ്പോൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നതിന് പുറമെ ഇസ്രായേലിലേക്ക് അവർ ഡ്രോണുകൾ തൊടുത്തിരിക്കുന്നു. മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കുന്ന മട്ട് കാണുന്നില്ല എസ് കെ എൻ. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം തീവ്രമായിട്ട് തുടരുകയാണ്. ഈ മണിക്കൂറുകളിലും സെൻട്രൽ മധ്യ ഗസയിൽ റഫയിൽ ആക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണം നിർബാധം തുടരുകയാണ് എസ് കെ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ജെയിംസിന് പരിശോധിക്കാനുണ്ട്. ശരിക്കും ഇന്നലെ ഇൻ്റർനെറ്റ് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് പണിമുടക്കിയ ദിവസമായിരുന്നു. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ലോകത്തിൽ പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ കഴിയാതെ പോയി, പണിമുടക്കി വിൻഡോസ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ IT സ്തംഭനത്തിന് ശേഷം വിമാന ഗതാഗതവും ബാങ്കുകളും പുനരാരംഭിച്ചു തുടങ്ങിയെന്ന വാർത്ത വരുന്നുണ്ട്. ലോകമെമ്പാടും റദ്ദാക്കിയത് 3300-ലേറെ വിമാന സർവീസുകളാണ്. ലക്ഷക്കണക്കിന് മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറുകൾ ഇന്നലെ നിശ്ചലമായി. ക്രൗഡ് സ്ട്രൈക്ക് എന്ന സൈബർ സുരക്ഷാ കമ്പനിക്ക് പിഴവുണ്ടായി എന്ന രീതിയിലും വാർത്ത വരുന്നുണ്ട്. ഈ അവസരത്തിൽ ഇത് പരിശോധിക്കുന്നു പി ജെയിംസ്. ജെയിംസ്, വെൽക്കം ബാക്ക്. പറയൂ എസ് കെ. ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ വലിയൊരു സ്തംഭനം, IT രംഗത്തെ സ്തംഭനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടറുകൾ വഴി ഓപ്പറേറ്റ് ചെയ്തിരുന്ന ലോകത്തിലെ വിമാന ഗതാഗതം താറുമാറായി. 3300-ലേറെ വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. പല വിമാനങ്ങളുടെയും കമ്പ്യൂട്ടർ സംവിധാനം ബുക്കിങ്ങിനെ കുറിച്ച് അറിയാതെ ആൾക്കാർ വലിയ ക്യൂവിൽ നിന്ന് മാനുവലായിട്ടുള്ള ഓപ്പറേഷൻ നടത്തി വിമാനങ്ങൾ പോകേണ്ടി വന്നു. പല വിമാനങ്ങളും വൈകി. എന്ന് മാത്രമല്ല, ബാങ്കുകൾ സ്തംഭിച്ചു. പ്രധാനപ്പെട്ട ബാങ്കുകൾ മുഴുവൻ, വിമാന കമ്പനികൾ ഓസ്ട്രേലിയ, അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യയിൽ ഡൽഹി അടക്കമുള്ള സൗത്ത് ഇന്ത്യയിലൊക്കെ മുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെയൊക്കെ ഇത് സ്തംഭിച്ചു. എന്ന് മാത്രമല്ല, ബാങ്കുകളുടെ സംവിധാനങ്ങൾ മുഴുവൻ പ്രശ്നത്തിലായി.
മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസിന് വന്ന പ്രശ്നമാണ് കാരണമായത്. മൈക്രോസോഫ്റ്റ് പറയുന്നത് അവർക്ക് സൈബർ സെക്യൂരിറ്റി നൽകുന്ന ക്രൗഡ് സ്ട്രൈക്ക് എന്ന അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്സാസിലെ നിന്നുള്ള കമ്പനിയാണ്. ആ കമ്പനിക്ക് പറ്റിയൊരു വീഴ്ചയാണ്. അവർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഫാൽക്കൺ എന്നുള്ള ആ അപ്ഡേറ്റിന് തെറ്റുപറ്റിയതാണ്. ലോകമെമ്പാടും ഈ മൈക്രോസോഫ്റ്റിനെ ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ പ്രശ്നം പറ്റിയത്. SKNന്റെ ഏറ്റവും വലിയ അത്ഭുതം 24,000 ലോകത്തിലെ പ്രമുഖ കമ്പനികളാണ് ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സൈബർ സെക്യൂരിറ്റി ഇവരുടെ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഇത് വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വല്ലാത്ത തരത്തിൽ ഇതിന് പ്രശ്നമുണ്ടായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി. ഇത് നൽകുന്ന ഒരു ഇതുണ്ട്, സിംഗിൾ IT പ്രൊവൈഡറെ വെച്ചുകൊണ്ട് നടത്തുന്ന കമ്പനികൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ വേറെ ഒന്നും ചെയ്യാനില്ല, നിസ്സഹായമാണ് എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന SKN. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്രൗഡ് സ്ട്രൈക്കിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും ലോകമെമ്പാടും സ്തംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി SKN. ബിബി ജെയിംസ്, മറ്റൊരു കാര്യം നമ്മൾ വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വന്നാൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. SKN ഇത് വല്ലാത്തൊരിതാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് എല്ലാ കാലത്തും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്കും ഉക്രൈനും എതിരായിരുന്നു. യുക്രൈൻ്റെ ആളെന്ന് പറയുന്നത് ജോ ബൈഡനാണ്. പണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് അതിലധികം മാറിയപ്പോഴും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നത് ജോ ബൈഡൻ്റെ മകൻ ഉക്രൈനും സർക്കാരുമായിട്ട് വലിയ രീതിയിൽ സാമ്പത്തിക ഇത് നടത്തിയെന്നൊക്കെയാണ്. പക്ഷേ എന്തൊക്കെയായാലും ട്രംപ് ദേശീയ കൺവെൻഷനിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ അധികാരത്തിലെത്തിയാൽ ഉടൻ അവസാനിപ്പിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സെലൻസ്കി പ്രതികരിച്ചിട്ടുള്ളത്. സെലൻസ്കി പറയുന്നത് അധികം പ്രസിഡൻ്റായ വല്ലാത്ത ബുദ്ധിമുട്ടാവും. കാരണം ഉക്രൈൻ യുദ്ധത്തിൽ യാതൊരു റാഷണലും ഇല്ലാതെ ഇത് യുദ്ധം നിർത്തണമെന്നായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക. അതിന് ഉക്രൈന് തയ്യാറാവാൻ പറ്റില്ല. പക്ഷേ ഉക്രൈൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയാണ്. പക്ഷേ ഇതിനിടയിൽ തന്നെ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നു, ഞാൻ വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് ഈ മണിക്കൂറുകളിൽ ചർച്ച നടത്തി, വളരെ സന്തോഷകരമായ ചർച്ചയായിരുന്നു. എനിക്ക് നേരെ നടന്ന വധശ്രമത്തിൽ അദ്ദേഹം ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചു. യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും, ഞാൻ പ്രസിഡൻ്റായി എന്നുള്ള തരത്തിൽ തന്നെയാണ് ട്രംപ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തരത്തിൽ ട്രംപിനെ കുറിച്ചുള്ളത് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോദിയുടെ മോസ്കോ സന്ദർശനത്തിൽ ആലിംഗനം ചെയ്തത് സെലൻസ്കി അതിനെ വിമർശിച്ചിരുന്നു. പക്ഷെ അതിനെതിരെ ഇന്ത്യ നീരസം പ്രകടിപ്പിച്ചു. ഒരു രാജ്യത്ത് പോയി അവിടുത്തെ പ്രസിഡന്റിനെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്യുന്നത് ഒരു ഉപചാരം പ്രകടിപ്പിക്കലാണ്. അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. സെലൻസ്കിയുടെ ഇതിലൂടെ ഇന്ത്യ നീരസം പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട് SKN. എന്ന് മാത്രമല്ല, ഇന്ന് കെയർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സെലൻസ്കി അദ്ദേഹം ബ്രിട്ടീഷ് ക്യാബിനറ്റിനെ മന്ത്രിസഭയെ അഭിസംബോധന ചെയ്യുന്നു എന്ന വാർത്ത കൂടി വരുന്നത് വളരെ റെയറാണ്. 1997 ബിൽ ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മാത്രമാണ് ബ്രിട്ടീഷ് മന്ത്രിസഭയെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അതിനുശേഷം ഒരു വിദേശ നേതാവ് മന്ത്രിസഭയിൽ പോയി, പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്, മന്ത്രിസഭയിൽ പോയി അഭിസംബോധന നടത്തുന്നത് SKN. താങ്ക് യു ബിബി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.